ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിടെ എങ്ങനെ ഓതുന്നു ചൊല്ലതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റിൽ ചൊല്ലുന്നത് ഒരു മഹത്വം ചൊല്ലിട്ട് ഇൻഷാ അല്ലാഹ് അതിലെ ബാക്കിയുള്ള ഭാഗം മുൻവച്ചിട്ട് നെക്സ്റ്റ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിലെ മഹത്വം ചൊല്ലുന്നത് ഞങ്ങൾ പ്രവേശനാക്കുക. മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ചൊല്ലും, ഒരാള് ഏതൊരു വിഷയം തുടങ്ങുമ്പോഴത്തേക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല പ്രതിയൊരു മനുഷ്യരുടെ കയ്യിലും അവനവനാക്കിയ നല്ല അമലിലെയും അതേപോലെ ബടക്കമല്ലെയും കിതാബ് അവന്റെ കയ്യിൽ കൊടുക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ എല്ലാ സന്ദർഭത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്ന് മനുഷ്യ നാളെ പടച്ചറബുടെ കയ്യില് അവനാക്കി അമലിലെ കിതാബ് ഇങ്ങനെ എടുக்கிறവളാണ്. എടുത്തിട്ട് അവനു ആ കിതാബ് ഓതലേക്ക് മുന്നോലും അപ്പം എന്താക്കണം, ബിസ്മി ചൊല്ല. അവിടെ നാവൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബിസ്മി വന്ന് പോവുന്നിട്ടായിട്ട് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ചൊല്ലി. ദുനിയാവിലെ എല്ലാ വിഷയത്തിലും എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി ഈ മനുഷ്യ ആഖിറത്തിൽ അവന്റെ കിതാബ് കൊടുത്തിട്ട് ഓതനു ചൊല്ലുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നു പോകുന്നു. അങ്ങനെ ചൊല്ലുണ്ടെങ്കിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ചൊല്ലി, ആ ടൈമിൽ മാത്രം നീ ഓതുമ്പോഴത്തേക്ക് മാത്രം ബിസ്മി മാത്രം നിന്റെ നാവിൽ വന്നു പോയിട്ടാ നീ ഹിന്ദി പോയ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ മാത്രം നിന്റെ നാവിൽ മാത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നീ ചൊന്നേ ഞാൻ എല്ലാ ദോഷത്തും അല്ലാഹു മാപ്പാക്കൂ ചൊന്നിട്ടായിട്ട് എല്ലാ ദോഷത്തും കിതാബ് 0 ആയിട്ട് കിട്ടും. എന്തോ അതിലിക്കല എല്ലാം അതില് മാഞ്ഞിപ്പിക്കോ ചൊന്നിട്ടായിട്ട് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ചൊല്ലി. ആ ടൈമുല ഈ മനുഷ്യ കേക്കടവുല പടച്ചറബ് എന്ത് കാരണത്തിലായിട്ട് നല്ല കിതാബിൽ എന്തെങ്കിലും കാണാണ്ടിക്കൊണ്ടുകൊള്ള കാരണം അപ്പ പടച്ചറബ് ചൊല്ലി, യാ അബ്ദി ലഖദ് ദഅവതനി ബിർറഹ്മാനിർ റഹീം ഫആമൽതുക. നീന് എല്ലാ സന്ദർഭത്തിലും റഹ്മാനും റഹീമും ചൊല്ലെ ആ ഒരു പദ എപ്പോഴും നീന് ചൊന്ന കാരണത്തില് അതിക്ക് പകരമായിട്ടും നിന്റെ റഹ്മത്തിന് ഞാനിപ്പോ എനിക്ക് തന്നെ ചൊന്നിട്ടു പടച്ചിറപ്പ് ആഖിറത്തിൽ അങ്ങനെ ചൊല്ലാ ചൊന്നിട്ടായിട്ട് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പഠിപ്പാട്ട്. അപ്പൊ ഏത് സന്ദർഭത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് ആ ചെല്ലാണ് അവൾക്ക് അവന്റെ കിതാബ് കിട്ടുമ്പോഴത്തേക്കും അവന്റെ നാവലും ഓതുമ്പോഴത്തേക്കും ബിസ്മി വന്ന് പോകും ചൊന്നിട്ടായിട്ട് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ചൊല്ലി. അത് മാത്രല്ല ഒരുത്ത ബിസ്മി കൊണ്ടിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അള്ളാഹു അതിനെ പൂർത്തിയാക്കണയിൽ ഒരു സന്ദേഹമേ ഇല്ല, വലിയ ബർക്കത്തും അള്ളാഹു തണ്ടാ ചൊന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി. അപ്പൊ ആയത് കൊണ്ടിട്ടു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലത് യാരെ ചൊല്ലുന്നത് ആദത്താക്കൊണ്ട് ചൊന്നിട്ടായിട്ട് ഇമാമിങ്ങനെ കിതാബിൽ നിങ്ങൾ പഠിപ്പാട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തുന്ന ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലത് എങ്ങനെ ഓതുന്നു ചൊല്ലതായിട്ട് എങ്ങനെ ഓതുന്നു. ആ ബാ ചൊല്ലുമ്പോഴത്തേക്കു കറക്റ്റ് ആയിട്ട് ഉച്ചാരണ പറഞ്ഞു ബാ ചൊല്ലത് ഉച്ചരിക്കണു. കാരണം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തത്തെ ആൽമാറും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ബാ പോയിട്ട് ഈ ചൊല്ല പദത്തില് അത് പ്രത്യേകമായിട്ടും ജാഗ്രത കൊണ്ട് ചൊന്നിട്ടായിട്ട് ബാ പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദാഹരണ ഉണ്ണല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് അർജന്റീനെ ബാ പോയിട്ട് ഈ ഗൗഡു അത് പ്രത്യേകമായിട്ടും ജാഗ്രത കൊണ്ട് ചൊന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന. അതേപോലെ സാ ചൊല്ലത് ബിസ്മി ഈ സാ ഉച്ചരിക്കുമ്പോൾ എന്തിനാക്കണം ചൊന്നിട്ടുണ്ടെങ്കിൽ കാത്ത് പുറത്ത് പറഞ്ഞു ചൊന്നിട്ടായിട്ട് സ നാവിടെ കൊട്ടില് രണ്ട് പല്ലയുടെ ഇടയിൽ ബീക്കുമ്പോഴത്തേക്കായിട്ട് സാ ചൊല്ലതുമുണ്ട്. അതെന്താക്കണു പിന്നെ അത് കാത്ത് പുറത്ത് പറഞ്ഞു മാത്രല്ല അത്തൽ ഒൽഗോണു ചൊന്നിട്ടായിട്ട് ബിസ്മി പിന്നെ എന്തിനല്ല ബിസ്മി അങ്ങനല്ല അത്തൽ ഒൽകിട്ട് പറഞ്ഞു ചൊന്നിട്ടായിട്ട് ആ സാ ചൊല്ലത് കറക്റ്റായിട്ട് ഉച്ചരിക്കണം. മാത്രല്ല മീമ് ചൊല്ലത്
തെല് പ്രസ്സാക്കുമ്പത്തുക ലിപ്പിടെ പ്രസ്സാക്കുമ്പത്തുക പണ്ട് പതായിട്ടിക്കര് മീ. അപ്പൊ ബിസ്മി ബിസ്മി ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഉച്ചരിക്കണം. എന്നിട്ട് ഒരു വിഷയമില്ലേ എന്തുകൊണ്ടുണ്ടാ അള്ളാ. സാധാരണ ചിലപ്പോ ഞങ്ങ അള്ളാ ചൊന്നിട്ട് ബായ് നൊറോടി നിങ്ങൾ ചൊല്ല, ചിലപ്പോ എന്തൊരു ചൊല്ലില്ല ബായ് നൊറോടി ആയിട്ട് ചൊല്ലണമെങ്കില്ല അള്ളാഹുടെ. ഉദാഹരണക്ക് ഞങ്ങൾ ഇപ്പൊ സാധാരണ ഇപ്പൊ അസ്മാഉൽ ഹുസ്ന ചൊല്ല യാ അല്ലാഹു യാ അല്ലാ അല്ലാ. അപ്പൊ ഞങ്ങൾ ബായ് നൊറോടി ചൊന്നാമ അല്ല സോഫ്റ്റ് ആയിട്ട് ചൊന്നാമ അല്ലെ അള്ളാ ചൊന്ന. അതേപോലെ പിന്നെ നിങ്ങൾ ആയത്തുൽ കുർസി ഓതുക അങ്ങനെ അല്ലാഹു ലാ ഇലാഹ അല്ലാഹു ലാ ഇലാഹ ബായ് നൊറോടി ആയിട്ട് ഇരിക്കരുത്. അതേ സന്ദർഭത്തില് ബിസ്മിലോട് അങ്ങനെ ബിസ്മില്ലാഹി അങ്ങനെ ഓതിരമ നിങ്ങൾ അർത്ഥമായിട്ടില്ല. നിങ്ങൾ ബിസ്മില്ലാഹി നിങ്ങൾ ഓതിരാമ ബിസ്മില്ലാഹി ചൊല്ലിട്ട് ഓതരുത്, അത് തപ്പായിട്ട് റോങ് ആയിട്ട്. അപ്പൊ അവിടെ ഈ അള്ളാഹുനെതിരെ രണ്ട് ടൈപ്പ് ഓതണം ഇക്കരുത്. ഖുർആനിൽ പഠിപ്പാട്ടത് അത് തഫ്ഹീമും തർബീഖും ചൊല്ലിട്ടായിട്ട് ചൊല്ലേ. അതിലെ ഇൻഷാ അല്ലാഹ് എവിടെ ഖുർആൻ ഏത് ജാഗയില് തഫ്ഹീം ചൊല്ലുന്നുണ്ടെങ്കിൽ ബൈ നൊറോടി ഓതിരിക്കുണ്ടായിട്ട് തഫ്ഹീം അല്ലാ 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 ചൊല്ലുന്നിട്ട് അങ്ങനെ ചൊല്ലിക്കും. തർബീഖ് ചൊല്ലുന്നെങ്കിൽ അല്ലാ. സാധാരണ ഒരു ലാമുടെ നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ ചൊല്ലില്ല അല്ലാ. അതേപോലെ ആയിട്ട് ഇവിടെ ഇവിടെ ബിസ്മിലൂടെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി പിന്നെ എന്തിനാ ഓതിത്തീരാ ബിസ്മില്ലാഹി ചൊന്നിട്ട് ഓതണം തീരാ. ബിസ്മില്ലാഹി ചൊന്നിട്ട് ഓതരുത്, അത് റോങ് ആയിട്ടിക്കല്. അത് പ്രത്യേകമായിട്ടും ജാഗ്രത ആക്കിട്ടേ ഓതുന്നു. അവിടെ അതില് ചൊമ്മത്താൽമാറും ബിസ്മില്ലാഹി അവിടെ ഒരു ഹാ ഉണ്ട്, ഹാ ഉച്ചരിക്കാണ്ട് പോണ്ടു. പിന്നെന്തരായിട്ട് പോണ്ടു പോകുന്നുണ്ടാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഉണ്ട്. ഹാ പോയിട്ട് യാ ഇട്ടിക്കര് ഉച്ചരിക്കര്. എന്ത് നിങ്ങൾ അശ്രദ്ധത്തെ കാരണത്തിലായിട്ടിക്കര് അവിടെ ഹാ ഇട്ടിക്കറില്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹി ബിസ്മില്ലാഹി പിന്നെന്തിരല്ല ബിസ്മില്ലാഹി അല്ല. എലിഫന്റ് ഉണ്ടല്ലോ ആ ഈ ഉണ്ടല്ലേ ആ ഈ വർത്തിയർ അവിടേക്ക് അവിടെ എച്ച് പറഞ്ഞു ബിസ്മില്ലാഹി ബിസ്മില്ലാഹി. ഈ ഞങ്ങൾ ഉച്ചരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാണ്ട് മാത്രം ഞങ്ങൾ ഓതിയുണ്ടെങ്കിൽ അവിടെ പണ്ടമേ ഈ ആയിട്ടിക്കല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ ഒക്കെ. യഥാർത്ഥ അവിടെ ഉള്ളത് ഹാ ആയിട്ടിക്കല്. ഹാ പോയിട്ട് അവിടെ ഈ ആമത്ത് ആ ഓത്ത് സമാവാണ് നിസ്കാരം സമാവാണ്. ഓത്തും സമയമില്ല നിസ്കാരം സമയമില്ല. അപ്പൊ ആയതുകൊണ്ടിട്ടു അത് ശ്രദ്ധിക്കാണ്ട് ഓതുമ്പത്ത് കയറ്റിക്കൽ അങ്ങനെ ആയിപ്പോണ്ട്. അത് കുറെ ടൈം ഇങ്ങനെ ഞങ്ങിപ്പോ ചൊന്നത് ആ കാലി എന്തിനാ പോ ഇത്ര ബേസായിട്ട് ഏണെന്നാണ് വിശ്വാസമായിട്ടില്ലേ ചൊന്നിട്ട് ഇല്ല സമാക്കണമേ സമായില്ലേ സമാക്കിട്ടേ വേണം. അപ്പൊ ഐക്ക് വേണ്ടിയിട്ട് അപ്പൊ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹി അവിടെ ഹാ ബർപ്പാട്ടിട്ടേ ഓതും. പിന്നെന്താ ഈ പറഞ്ഞു കുത്തിയറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് പറഞ്ഞു കുത്തിയറ. അത് പ്രത്യേകമായിട്ട് ഉണ്ടാക്കണം, ആ ജാഗ്രത ജാഗ്രത ആക്കണം. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹ്മാൻ അവിടെ റാ ചെന്നിട്ടു ഉച്ചരിക്കുമ്പോഴത്തേക്ക് ക്ലിയർ ആയിട്ട് ഉച്ചരിക്കണം. റാ ചെന്നിട്ട് ഉച്ചരിക്കുന്നത് റോ അല്ല. അറബിൽ എന്തിനില്ല റോ ചെന്നിട്ടില്ല. ബിസ്മില്ലാഹിർ അതവിടെ എന്തിനുണ്ട് ശ്രദ്ധ ശ്രദ്ധ ചൊന്നെങ്കിൽ രണ്ട് പദത്തൊട്ടിയെ കൂട്ടുമ്പോഴത്തേക്ക് ശ്രദ്ധ ചൊല്ലി ഒത്തിട്ട് ഓതുന്നു. അങ്ങനെ ഫാത്തിഹത്തില് 14 ശ്രദ്ധുണ്ട്. 14 ശ്രദ്ധ ഒത്തിട്ട് ഓതിരേക്കുള്ള ശ്രദ്ധ ചൊന്നിട്ടു. അപ്പൊ ഒരു ശ്രദ്ധ മാത്രം പോയിണ്ടെങ്കിലും നിസ്കാരവാത്തിലായി പോകും, ഹർപ്പ് പോയി പോകും. അപ്പൊ റായിട്ടേ ഓതണം. അർത്ഥം അതിനുണ്ട്. അയൽപ്പിന്റെ പണ്ടൊരു പദമായിട്ട് ഹാ ചൊല്ലത് സാധാരണ ഞങ്ങൾ ഉച്ചാരണത്തിൽ ഇല്ലാത്തൊരു പദമായിട്ട് ഇംഗ്ലീഷില് പിന്നെ ഹാ ചൊന്നിട്ട് ഇംഗ്ലീഷിലില്ല അല്ലെ സംസാരിക്ക. ഹാ ചൊന്നിട്ട് ഇംഗ്ലീഷിലുണ്ടാ ഇല്ല. ഹാ ചൊന്നിട്ടില്ല. ഹാ ചൊല്ലുന്ന പദ എപ്പോ വേണേ ഒന്നുണ്ടാ. നിങ്ങൾക്ക് ഉദാഹരണം ഇപ്പൊ ഒരു ഉപ്പേരിന്റെ അകത്ത് നല്ല കാറായി അപ്പ വേണ്ട പദം ഏത് ഇതായിട്ടിക്കര് ാർ ചൊല്ലില്ല. അപ്പം വേണ്ട സൗണ്ട് ആയിട്ടിക്കര് അതായിട്ടിക്കര് അതായിട്ടിക്കണം ഇവിടെ
റഹ്മാൻ അവിടെ എന്തിനാ ഓതി ചില ആൾമാര് ബിസ്മില്ലാഹിർ റഹ്മാനിട്ട് ഓതിരങ്ങൂല്ല വേറെ വിഷയം റഹീം ചൊന്നിട്ട് അത് തേങ്ങ ഇപ്പൊ നിങ്ങളെ റഹീം ചൊല്ല ആളിനെ വിളിக்கிறങ്ങനെ റഹീമു ചൊന്നിട്ടായിട്ട് അങ്ങനെ ആദിച്ച് യഥാർത്ഥ അവിടെ വിളിക്കുന്ന ഈ റഹീമു ചൊന്നിട്ടു വിളിച്ചിരുന്നായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ യഥാർത്ഥ ഓതന എങ്ങനെ ഇതാണ് വിളിക്കുന്ന റഹീം 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 പിന്നെ എന്തിനല്ല റഹീം അവിടെ എന്തിനല്ല ഹാ പോയിട്ട് എന്തിനാ ഓത്തീരാ യാ ഓത്തീറ യാ എങ്കിൽ റോങ് ആയിട്ടിക്കരുത് യാ റഹീം ഉണ്ടല്ല വിളിക്കരുത് ബിസ്മില്ലാഹിർ റഹ്മാൻ യാ റഹീം റഹീം ഹാ ഇട്ടിക്കണം അവൾ ഉച്ചരിക്കരുത് അപ്പൊ ഞങ്ങള് ഈ പിന്നെ കന്നഡത്തിൽ ഈ ഹാ ഇല്ല ഹാ ചൊല്ലതില്ല ഹാ ചൊല്ല പദ കന്നഡത്തിലില്ല ആ കാരണത്തിൽ എന്താ എടുക്കുന്നുണ്ടാ ചിലപ്പോ നിങ്ങളുടെ ഹാ ആയിട്ട് പോണ്ടു ചിലപ്പോ യാ ആയിട്ട് പോണ്ടു അത് പ്രത്യേകമായിട്ടും എന്താക്കണം ശ്രദ്ധിക്കണം അപ്പൊ അപ്പൊ ഏണ് സമാക്കടെന്തിരെ പ്രാക്ടീസ് ആക്കിട്ടേ സമാക്കടെ ഇങ്ങനെ ഒരു 10 വർഷം ചൊന്നിട്ടേ സമാക്കടെ ഇല്ലണ്ടായ അത് സമം ഉണ്ടില്ല ഇല്ലെങ്കിൽ സമാവണം സാധ്യമേ ഇല്ല അപ്പൊ അത് പ്രത്യേകമായിട്ട് എന്താക്കണോ ആ വിഷയവും ശ്രദ്ധിക്കണം കാരണം ഹാ പോയിട്ട് എന്താവത്തീര ഹാ വന്നീര ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാ വണങ്ങും തീര ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് യാ വണങ്ങും തീര ഹാ വണങ്ങും തീര പിന്നെന്തിനാ പറഞ്ഞു പദ അത് വന്നിട്ടേ വേണം ഇവിടെ അപ്പൊ എന്ത് കാരണം ഒന്നുണ്ടാ ഈ ഹാ ചൊല്ല പദ രണ്ടും പണ്ട് ജാഗയിൽ വ്യത്യാസമുണ്ട് എന്ത് ഈ ഹാ ചൊല്ലത് ഞങ്ങള് തൊണ്ടയുടെ മിഡിലായിട്ട് പണ്ട് ഹാ ചൊല്ലത് പിന്നെ ഹാ ചൊല്ലത് തൊണ്ടയുടെ ലാസ്റ്റ് പണ്ടതായിട്ടിരിക്കുന്നത് രണ്ടും വ്യത്യാസമുണ്ട് ജാഗവും വ്യത്യാസമുണ്ട് ഹാ ചൊല്ലുമ്പത്തൂ തൊണ്ടയുടെ അടിയിലായിട്ടിരിക്കുന്ന പണ്ട് ഹാ ചൊല്ലുമ്പത്തോട്ട് പണ്ട് മിഡിലെ പണ്ട് അപ്പൊ ഞങ്ങ ഇംഗ്ലീഷിൽ യൂസ് ആക്കുന്ന ഹാ ചൊല്ലത് പണ്ട് ഇവിടെ ലാസ്റ്റ് ആയിട്ടിരിക്കുന്നത് എല്ലാത്തും ഞങ്ങ ഹാ ചൊന്നിട്ടായിട്ട് യൂസ് ആക്കടെ ഞങ്ങൾ യൂസ് ആക്കടെ ഹാ ചൊല്ലൊരു പദം യൂസ് ആക്കലില്ല അപ്പൊ ആയത് കൊണ്ടിട്ട് ഇതെന്താക്കണം നിങ്ങൾ പ്രാക്ടീസ് ആക്കിയിട്ടേ വേണം പ്രാക്ടീസ് ആക്കില്ലെന്നെങ്കിലും നല്ല ഫാത്തിഹമേ സഹിയാവല ഫാത്തിഹ സഹിയായില്ലെങ്കിൽ നിസ്കാരം ചെയ്യാവല 60 വർഷം നിസ്കരിച്ചത് വേസ്റ്റ് ആയിട്ടിരിക്കും 70 വർഷം നിസ്കരിച്ചത് അത് വേസ്റ്റ് ആയിട്ടിരിക്കും എന്ത് കാരണത്തില് ഞങ്ങ ഒരു ഗಂಟೆ ഈ ഫാത്തിഹ സൂറത്ത് പഠിക്കുന്നതിനായിട്ട് വെച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ടോട്ടലി വേസ്റ്റ് ആയിട്ട് പോകും അപ്പൊ ഇത് പ്രത്യേകമായിട്ടും എന്താക്കണം ജാഗ്രത ആക്കണം അപ്പൊ ചൊല്ലത് ഉച്ചരിച്ചിട്ടേ പഠിക്കണം അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാൻ അപ്പൊ റഹ്മാൻ അതിൽ പണ്ട് മീം എന്താക്കണോ ചൊല്ലിട്ട് ഉച്ചരിച്ചിട്ട് അത് രണ്ട് ലിപ്പിടെ ഒട്ടിക കൂട്ടുമ്പത്ത് വേണ്ട പതായിട്ട് മാ ബിസ്മില്ലാഹിർ റഹ്മാൻ പിന്നെ റഹീം ഈ റഹീം ചൊല്ലുമ്പത്തുകൂ അവിടെ എന്തിനെ പറത്തിറങ്ങുന്നുണ്ട റഹീം ചൊല്ലുമ്പത്തുകൂ ഈ കാരമേ പറഞ്ഞു കൊടുത്തു റഹീം എന്തിനെ പറത്തീറ ഓക്കാര ടൈപ്പ് പറത്തീറ റഹീം ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടേ പറഞ്ഞു പിന്നെന്താ റഹീം ഈ ഓ ടൈപ്പിലെ പണ്ട് അത് എങ്ങനെ കൊന്തോടുന്നുണ്ട് ഉദാഹരണക്ക് ഇപ്പൊ ഞങ്ങൾ ഓതുമ്പത്തുകൂ ഞങ്ങൾ മേതൊരു റെക്കോർഡ് ആക്കണം അപ്പൊ ഞങ്ങൾ കൊന്തോടും ഇത് രണ്ടത് ഓ കാരത്തിൽ പോയിടാ ഈ കാരത്തിൽ പോയിടാണ് റഹീം 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 ഇങ്ങനെ പറഞ്ഞു പിന്നെന്തിനാ പോണു തീരാ റഹീം ഓ കാരത്തെ ടൈപ്പിൽ ചുമ്മാൽമാർ ഓതുറാറ് അതും റോങ് ആയിട്ട് അതും പ്രത്യേകമായിട്ടും എന്താക്കണോ റഹീമിവിടെ ശ്രദ്ധിക്കണ ഒരു വിഷയമാണ് പിന്നെ വേറെന്താ അവിടെ തിരക്കുന്നുണ്ടാ റഹീമിനോട് ജാഗ്രത ആക്കണായത് ഈ മീം ലാസ്റ്റ് മീം ചുമ്മത്താൽമാരതും പണ്ടില്ല അവിടെ സ്റ്റോപ്പ് ആക്കണാറ് അവിടെ അത് എന്തിനു കൊണ്ടുണ്ട ശ്രദ്ധിക്കാണ്ട് അത് പോണ്ടതായിട്ടിരിക്കുന്നത് ആ മീം ഉച്ചരിക്കില്ല ആ മീം ഉച്ചരിക്കണമെന്ന് ചൊന്നിട്ടായിട്ടിരിക്കരുത് ഇല്ലെങ്കിൽ ഒരു പദമേ അവിടെ പോയിട്ട് റഹീം അപ്പൊ ഈ മീം എങ്ങനെ ഉച്ചരിക്കണം ഉദാഹരണം ഇപ്പൊ എന്താക്കണം ചൊന്നിട്ടുണ്ടെങ്കിലും അവിടെ ഒരു മീം ഉച്ചരിക്കില്ലേ അത്ര ഉച്ചരിച്ച് മയ്യോ അപ്പൊ റഹീം അൽഹംദു ആ ഒരു മീം ഉച്ചരിക്കില്ലേ അതേപോലെ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഈ മീൻ പറഞ്ഞു. അതെന്താ ഒന്നുണ്ടാ? അല്ല, കേരളത്തിങ്ങനെ കുറെ പലക്കത്തിലും എന്തിനുണ്ട്, കുറെ റോങ്ങും ഉണ്ട്, ഇംഗ്ലീഷ് ആയിട്ടും റോങ് ഉണ്ട്. അങ്ങ റസാക്ക് ചൊന്ന് ചൊല്ലേ, ഉദാ റസാഖിനെ ഇവിടെ ചൊല്ലേന്ദ്ര കേരളത്തങ്ങ റസാഖ് സഡുല്ലവിടെ ചൊല്ലാണ് റസാഖ്. റസാഖ് അങ്ങനത്തും കുറെ റോങ് ഉണ്ട്. അന്ത താടെ ഇവിടെ അങ്ങനെ ചൊല്ല സാധാരണ ഉച്ചാരണങ്ങളുടെ പണ്ട് ദായിട്ടിരിക്കും, അന്ത ആ ടൈപ്പിലായിട്ടിരിക്കും. ആയെങ്കിലും പ്രത്യേകമായിട്ടും എന്താക്കണോ, ഇതിനങ്ങ് ശ്രദ്ധിച്ചിട്ടേ വേണം. ഇങ്ങനെ ഓതുമ്പത്തും ശ്രദ്ധിച്ചില്ലണ്ടെങ്കിൽ വെറുതെ ഞങ്ങള് കിറാത്തെ ബാത്തിലായിട്ട് പോകും. കാലിപ്പോ ബിസ്മിയുടെ വേറെ വേണ്ട, ഒരു ഫാത്തിയ സമാക്കിരല്ലെന്നാണ്. കാലി ഒരു ബിസ്മി ഞങ്ങൾ ഓതിയേ ഉല്ലത്തിലെ പദ 10 അക്ഷരമല്ല. ഈ 10 അക്ഷരത്തിലേ ഞങ്ങൾ എത്രമാ തപ്പായിട്ടിരിക്കും, എത്രമാ തപ്പും. അള്ളാഹുടെ ഒരു ഹാവും, അതേപോലെ മീമഴ ഉച്ചരിക്കലോടെ, ബാഴ ഉച്ചരിക്കലോടെ, സ്റ്റാർട്ടിങ്ങിലെ ബാ ചുമ്മത്താൽമാരെ ബാ കേക്കില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ അത് നങ്ങമേ ജസ്റ്റ് ഒന്ന് നങ്ങമേ അന്ത ചെയ്യമ്മയോളൂ. അച്ഛനെ വന്ന് കഴിക്കും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് അത് തപ്പി പോണ്ടേ ആ പണ്ടില്ല, ഇങ്ങനെല്ലായിട്ട് പോണ്ട. അതെന്താക്കണം ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ആക്കിയിട്ടേ വേണം. ഔത്തെല്ലാം എന്താക്കണമെന്നുണ്ട, പോയിട്ട് ഒരു 5 മിനിറ്റ് കാലി ബിസ്മി പഠിക്കല്, വേറൊന്നുമില്ല. അത് പഠിച്ചത് കൊണ്ടിട്ട് അവിടെ ഒരു പഠിപ്പ് കിട്ടുന്നെങ്കിൽ മാത്രമല്ല, യാറ് നല്ല നീയത്തോടു കൂടി ബിസ്മി ചെന്നിട്ടുണ്ടെങ്കിൽ എത്രമാ മഹത്വമായിട്ട് ഇരിക്കുന്നതാണ് ചൊന്നല്, അതിനങ്ങ് കിട്ടിപ്പോകും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കിട്ടിപ്പോകും. അപ്പൊ ആയത് കൊണ്ടിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലത് സ്വന്തം നോത് പഠിക്കണം. ഒട്ടിയെ ചൊല്ലുമല്ലോ, ഒട്ടിയെ ഒരു കോതോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീം അത്ര ജസ്റ്റ് പാട്ടുണ്ടില്ല, ചില ഉദ്ധബലിക്കിലേക്ക് തോന്നരില്ല. ഒരു 6 അർക്കത്തോളം എന്താക്കാ നീട്ടാ ചൊന്നിട്ടായിട്ടിരിക്കല്. അപ്പൊ 6 ഹരിപ്പട അനുസരിച്ചിട്ട് പിന്നെ 3 ഹരിപ്പ് 6 ഹർക്കത്തിന് തരാം. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മീമുണ്ട്, അതെ ലാസ്റ്റ് മീമോ ചുണ്ട് കൂട്ടാണ്ടായിട്ട് മിസ്സായിട്ട് ഇങ്ങനെ പോണ്ടേ. റഹീം റഹീം ആ ചുണ്ട് കൂട്ടലോട് കൂടെ അവള് ആ മീം ഉച്ചാരണത്തിലുണ്ട്. ഇല്ലെങ്കിൽ ഒരു മീമിന് അങ്ങ് കട്ട പോലെ ആയിട്ട് കയറി ഫാത്യത്തിന് അങ്ങ് ഒരർപ്പം പോലും കക്കും പോലെ ഇല്ല, നിസ്കാരമേ ബാത്തിലായി പോണ്ടു. അപ്പൊ ഇതെന്താക്കണോ, ശ്രദ്ധിച്ചിട്ട് ഓതണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ അവന്റെ പിന്നെ ഹബീബ് ഞങ്ങൾ പഠിപ്പാട്ടിയ പോലെ ഓതണതും അതേപോലെ ഉച്ചരിക്കണതും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അതിന്റെ കാരണത്തിൽ പഠിച്ചവർക്ക് ഞങ്ങളുടെ എല്ലാ ഇബാദത്തും അള്ളാഹു സ്വീകൃതമായ അമലക്കൂട്ടത്തിൽ നീപ്പെടുത്തുന്ന റഹ്മാനെ ആഖിറത്തിൽ പറമ്പത്ത് ഒരു കൂട്ട ആൾമാരെ ഇബാദത്തിലെ അവന്റെ മുഖത്ത് കടിക്കിനെ തിന്നിട്ടുണ്ട് വിധങ്ങൾ പഠിപ്പാട്ട്. അക്കൂട്ടത്തിൽ പഠിച്ചവർക്ക് ഞങ്ങൾ ആരെയും നിസ്കാരത്തെ ആ രീതിയിൽ ആക്കേണ്ട റഹ്മാനെ, ഞങ്ങൾ എല്ലാരെയും നിസ്കാര നീ സ്വീകൃതമായ നീ സ്വീകരിച്ച് അമലിന്റെ കൂട്ടത്തില് നീ ആക്കി തീർക്കണം റഹ്മാനെ.